CPM-നെ സംബന്ധിച്ച് ഇനി തിരുത്തലേണ്ട സമയമാണ്. സർക്കാരിനി ഇല്ല, പക്ഷെ സംഘടനാപരമായി വലിയ തിരുത്തലുകൾ വരുത്തേണ്ട സമയമാണ്. അതിജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, തോൽവിക്ക് ശേഷം പശ്ചിമ ബംഗാളിൽ CPIM ഇല്ലാതായി. ത്രിപുരയിൽ പിന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ത്രിപുരയുടെയും പശ്ചിമ ബംഗാളിന്റെയും വഴിയിലാണ് കേരളത്തിലെ CPM എങ്കിൽ പിന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് നമുക്ക് ഈ ആർക്കൈവൽ രേഖകളിലൊക്കെ ഉള്ള ഒരു പാർട്ടി നാമമായി മാത്രം ചുരുങ്ങിപ്പോകും. എങ്ങനെയാണ് 64 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ബ്ലോക്ക് ഇപ്പോൾ 5 പേർ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ലോക്സഭയിൽ മാറി എന്നുള്ളത് നമ്മുടെ ചരിത്രമാണ്. അതേപോലെ ഈ പാർട്ടി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും വലിയ തിരുത്തലുകൾ ആവശ്യമുണ്ട്. അതിൽ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ഇത് അംഗീകരിക്കും എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. എം സ്വരാജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട വരി, ഞാൻ ശ്രദ്ധിച്ചൊരു വരി, ജനങ്ങൾ അലസമായി വോട്ട് ചെയ്ത ജനങ്ങൾക്കാണ് കുഴപ്പം എന്ന മട്ടിലാണ് ഇതിനെ കാണാൻ പോകുന്നത് എങ്കിൽ വലിയ കഷ്ടമായിരിക്കും. പാർട്ടിക്കും ഭരണത്തിനും എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ ഗൗരവപൂർണമായ ചോദ്യങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒന്നാണ്. അധികാരം ദുഷിപ്പിക്കും, പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കും എന്നുള്ളതാണ്. അധികാരത്തിന്റെ ദുഷിപ്പുകൾ എങ്ങനെയൊക്കെ ഈ പാർട്ടിയെ ബാധിച്ചു, അതിൽ എന്തൊക്കെ ശസ്ത്രക്രിയ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയേണ്ട ഒരു സമയമായി ഈ സമയം മാറുകയാണ്.